2025 അവസാന ലാപ്പിലെത്തുമ്പോൾ ലോകം കൈവരിച്ചത് വമ്പൻ ശാസ്ത്രീയ നേട്ടങ്ങളാണ്. ഈ വർഷത്തെ ഏറ്റവും വലിയ ശാസ്ത്രീയ മാറ്റം AI-യുടെ കുതിപ്പ് തന്നെ എന്നതിൽ സംശയമില്ല. നിത്യജീവിതത്തിലെ പല ആവശ്യങ്ങൾക്കും നമ്മൾ AI ടൂളുകളെ ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒപ്പം ആരോഗ്യമേഖലയും വളർച്ചയുടെ പാതയിൽ തന്നെ. ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയിലൂടെ കൂടുതൽ രോഗങ്ങൾക്ക് ചികിത്സ കണ്ടെത്തുന്ന വിധം മുന്നേറി. ക്യാൻസർ, ജനിതക രോഗങ്ങൾ എന്നിവയ്ക്കുള്ള പുതിയ ചികിത്സകൾ പരീക്ഷണ ഘട്ടങ്ങളിലേക്ക് കടന്നു. 2015 നിർമ്മാണം ആരംഭിച്ച് ഈ വർഷം പൂർത്തിയായ വേര സി റൂബിൻ വാനനിരീക്ഷണാലയം ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ക്യാമറയാണ്. വലിയ ദൃശ്യപരിധിയാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകത. ഒറ്റ ചിത്രത്തിൽ തന്നെ ആകാശത്തിൻ്റെ വലിയൊരു ഭാഗം പകർത്താൻ ഇതിനാകും. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശ യാത്ര നടത്തിയ വർഷം എന്നത് മറ്റൊരു മിന്നുന്ന നേട്ടമാണ്. ശുഭാംശു ശുക്ല ആക്സിയം 4 ദൗത്യത്തിൻ്റെ ഭാഗമായി ജൂണിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിച്ചു. ഇവിടെ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ഇദ്ദേഹമാണ്. AI ഉപയോഗിച്ച് പുതിയ പദാർത്ഥങ്ങൾ വികസിപ്പിക്കുന്ന മാറ്റർജെൻ, മാറ്റർസിം പോലെയുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചു. ഇത് കാർബൺ പാദമുദ്ര കുറയ്ക്കുന്ന കടൽ പായൽ ചേർത്ത സിമെന്റ് പോലുള്ള പുതിയ ഉൽപ്പന്നങ്ങളുടെ കണ്ടെത്തലുകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. നിർമ്മാണ മേഖലയിലെ ഒരു പുതിയ കാൽവയ്പാണിത്. ഉയർന്ന ഊഷ്മാവിൽ പോലും വൈദ്യുതി കാര്യക്ഷമമായി പ്രവഹിക്കാൻ കഴിയുന്ന ഒരു പുതിയ തരം അതിചാലകം ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടർ പരീക്ഷണശാലയിൽ വിജയകരമായി സൃഷ്ടിച്ചതും ഈ വർഷമാണ്. ലോകത്തിലെ ഏറ്റവും വലുതും ശക്തവുമായ സ്പന്ദ അതിചാലക വൈദ്യുതകാന്തം അഥവാ പൾസ്ഡ് സൂപ്പർ കണ്ടക്ടിംഗ് ഇലക്ട്രോമാഗ്നറ്റ് സംവിധാനത്തിൻ്റെ നിർമ്മാണം ഇപ്പോൾ പൂർത്തിയായി. സുസ്ഥിരമായ ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രധാന നാഴികക്കല്ലാണ്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പരമ്പരാഗത രീതികളെക്കാൾ 1000 മടങ്ങ് വേഗത്തിൽ പ്രവർത്തിക്കുന്ന അതിവേഗ കാലാവസ്ഥാ പ്രവചന AI മോഡലുകളും വികസിപ്പിച്ചു. ചുരുക്കത്തിൽ മാനവരാശിയുടെ തന്നെ ഉന്നമനത്തിനും ഊർജ്ജ സംരക്ഷണത്തിനും പരിസ്ഥിതിക്കുമെന്ന് വേണ്ട സകല മേഖലകളിലും നാഴികക്കല്ലുകളായ പല നേട്ടങ്ങളും ഈ വർഷം ശാസ്ത്രലോകം കൈവരിച്ചിട്ടുണ്ട്.